കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം ദോഹയിലുള്ള പ്രിയ ദൈവത്തിൻ്റെ മക്കളോടൊപ്പം എനിക്കുമായിരിക്കാൻ ദൈവം തന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞാനും നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സൂസൻ സിസ്റ്ററിൻ്റെ വേർപാടിനോടും ശവസംസ്കാരത്തോടുമുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കാനിടയാക്കി ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എല്ലാ സ്ഥാനത്തും കർത്താവ് തന്നു. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ പിന്നെയും കർത്താവ് സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് യേശുവിൻ്റെ ശിഷ്യരെന്ന പദവിയിൽ നമ്മുടെ പ്രാർത്ഥനകളും ആത്മീയ പ്രയത്നങ്ങളുമൊക്കെ വ്യർത്ഥമായി പോകാതിരിക്കാനായിട്ട് നമ്മൾ ക്രിസ്തീയതയിലെ ചില പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിവുള്ളവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ രാത്രികാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനം ചിന്തിക്കാം. ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. അത് നമ്മൾ വായിക്കും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ആ വചനത്തിൻ്റെ ഒരു ആദ്യ ഭാഗം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിൽ അതിന് ശേഷം പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ എന്നവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും പിതാവിനോടുള്ള നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ അവൻ തരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് തരുവാൻ ആവശ്യമായ ചില നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് അതിൻ്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കേവലം ഒരു മനസ്സിൽ കൂടെ പോയാൽ പോരാ, വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ചില തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമാണ്. അവിടെ നമുക്ക് ഈ വചനത്തിൻ്റെ ഒരു അതിപരിചയം കൊണ്ട് ഒരു പക്ഷേ നമ്മളതിൻ്റെ യഥാർത്ഥ അർത്ഥം വേണ്ട പോലെ ഗ്രഹിക്കാൻ കഴിയാതെ വന്നേക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരുമിച്ച് അതിനായിട്ട് സഹായിക്കട്ടെ, അതിൻ്റെ തിരിച്ചറിവ് നമുക്ക് നൽകട്ടെ. അതിനകത്ത് ഈ നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം ദൈവം സ്വീകരിച്ച് അത് നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ അതിന് മുമ്പായിട്ട് പറയുന്നത്. അതിൽ ഒന്ന്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വ്യക്തമായ ഒരു കാര്യം. അതിനകത്ത് നമുക്കൊരു പങ്കാളിത്തമില്ല. കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടു, തിരഞ്ഞെടുത്തതാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ളൊരു വ്യക്തമായ തിരിച്ചറിവാണ് നമുക്കതിൽ ഒന്നാമത് വേണ്ടത്. നമ്മൾ അതുപോലെ നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളതായ കാര്യത്തിൽ നമുക്ക് വളരെ ഉറപ്പോടെ നമ്മൾ ആയിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഇത് നമ്മൾ മറന്നു പോകാനും അത് വേണ്ട പോലെ ശ്രദ്ധിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എൻ്റേതല്ല, ഞാനല്ല എന്നുള്ള തിരിച്ചറിവ് വേണ്ട പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്, നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടങ്ങുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടിരുന്നു. എന്നാൽ തക്ക സമയത്ത് ദൈവത്തിൻ്റെ വിളി നമ്മുടെ ജീവിതത്തിലുണ്ടായി. ആ വിളിയോട് നമ്മൾ ശരിയായി പ്രതികരിച്ചവരാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നവർ. അപ്പോൾ അനേകരെ ദൈവം ഈ നിലയിൽ വിളിക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ചുരുക്കമാണെന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-14 അവിടെ പറയുന്ന വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. അപ്പോൾ ആ നിലയിൽ ദൈവത്തിൻ്റെ വിളിയോട് ശരിയായിട്ട് പ്രതികരിച്ചവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് ചില യോഗ്യതകളും നമ്മൾ തിരുവെഴുത്തും പരിശോധിക്കുമ്പം കാണുന്നുണ്ട്.
നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇതിന് യോഗ്യരല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാൻ യോഗ്യരല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു യോഗ്യത. നമുക്ക് പ്രധാന ശിഷ്യനായ ശീമോൻ പത്രോസിൻ്റെ അനുഭവം, പത്രോസിനെ തിരഞ്ഞെടുത്ത കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ശീമോൻ്റെ പടകിൽ കർത്താവ് കയറി ഗെന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ, ശീമോൻ്റെ പടകിൽ കർത്താവ് കയറി അവിടെ കടൽക്കരയിൽ നിന്നവരോട് സംസാരിച്ച് അതിനുശേഷം ശീമോന് കർത്താവിൻ്റെ വാക്കിന് വലയിറക്കി വലിയ പെരുത്ത മീൻകൂട്ടമൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ശീമോൻ്റെ ചില പ്രതികരണങ്ങളുണ്ട് അവിടെ. അതാണ് ശീമോനെ യഥാർത്ഥത്തിൽ ദൈവം തിരഞ്ഞെടുക്കാൻ യോഗ്യമാക്കിയ കാര്യം, തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള കാര്യം. തനിക്ക് വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ തൻ്റെ പ്രതികരണം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 8-ാം വാക്യത്തിൽ ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ഒരിക്കലും ഒരു ലോകത്തിൽ ആരും പറയാത്ത ഒരു കാര്യമാണ് ശീമോൻ പത്രോസ് പറഞ്ഞത്. ഇത്രയും തനിക്ക് നേട്ടമുണ്ടായി, ലാഭമുണ്ടായപ്പോൾ താൻ പറഞ്ഞ ഒരു കാര്യമാണ്. തന്നെ ദൈവത്തോടുള്ള ഭയമാണ് തന്നെ ആ നിലയിൽ പറയാനിടയാക്കിയത്. യേശു കർത്താവ് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവപുത്രനമായ മിശിഹായാണ് കർത്താവ് എന്നുള്ള തിരിച്ചറിവും ആ ഭയവുമാണ് തന്നിലേക്ക് നോക്കുമ്പോൾ തൻ്റെ അയോഗ്യതയുമാണ് ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അശുദ്ധനായ തൻ്റെ അയോഗ്യതയാണ് ഇവിടെ പത്രോസ് കാണുന്നത്. എന്നാൽ ആ അയോഗ്യത കർത്താവിനോട് പറഞ്ഞപ്പോൾ ശീമോൻ അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നു, ശീമോനോട് ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ തിരഞ്ഞെടുപ്പ് ഒന്നുകൂടെ ഉറപ്പാക്കി കൊടുക്കുകയാണ് ശീമോൻ്റെ ജീവിതത്തിൽ ചെയ്തതായിട്ട് നമ്മളവിടെ കാണുന്നു. അപ്പോൾ അതേസമയം നമ്മൾ മറ്റുള്ളവരെ നോക്കി ഞാൻ യോഗ്യൻ എന്ന് നിരൂപിക്കുന്നത് ദൈവം മുമ്പാകെ ഏറ്റവും വലിയ അയോഗ്യതയാണ്. മറ്റു പലരെയും നോക്കുമ്പോൾ അതിനേക്കാൾ ഞാൻ മെച്ചമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു തോന്നൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും അയോഗ്യതയാണ്. പത്രോസിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ യോഗ്യനല്ല, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടുപോകണമെന്നുള്ള ഒരു കാര്യമാണ് അസന്നിഗ്ധമായിട്ട് പത്രോസ് പറയുന്നത്. അത് തന്നെയാണ് പത്രോസിൻ്റെ യോഗ്യതയായിട്ട് കാണുന്നത്. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പുകളെല്ലാം നോക്കുമ്പോൾ ഈ സ്വയം പ്രശംസിക്കാത്തവരെയാണ് കർത്താവ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. തന്നെക്കുറിച്ച് യാതൊരു കോൺഫിഡൻസും ഇല്ലാത്തവരും തൻ്റെ അയോഗ്യതയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരെയാണ് കർത്താവ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായി തന്നെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം ദൈവസേനയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ എന്ന് ഉറപ്പിച്ചവിടെ പറയുക. അപ്പോൾ കർത്താവിന് ഏറ്റവും സഹിക്കാൻ മേലാത്തൊരു കാര്യമാണ് ദൈവസന്നിധിയിൽ ഉള്ള നമ്മുടെ സ്വയ പ്രശംസകളും നമ്മുടെ സ്വയനീതികളും നമ്മുടെ യോഗ്യതകളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ആ നിലയിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ ദൈവം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, നിങ്ങൾ എന്നെ ഒരു കാരണവശാലും തിരഞ്ഞെടുത്തതല്ല, ഞാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു, കർത്താവിൻ്റെ വഴി നല്ലതാണെന്ന് കണ്ട് ഞാൻ അതിലെ തിരഞ്ഞെടുത്ത് വന്നതാണെന്ന് ഒരു ജഡവും പ്രശംസിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ നിലയിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ എഫേസ്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം.
അതുപോലെ നമ്മൾ എന്തിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്? കർത്താവ് നമ്മളെ, പത്രോസിനെയൊക്കെ എന്തിനാണ് തിരഞ്ഞെടുത്തത്, എന്തിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്? ദൈവത്തിൻ്റെ ഒരു സൈന്യത്തിലേക്കൂടാണ് നമുക്ക് ഒരു സെലക്ഷൻ കിട്ടുന്നത്. പട്ടാളത്തിലും ഒക്കെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥകളെ നമുക്കറിയാം. അതിൻ്റെ യോഗ്യത നോക്കി അവരുടെ ശരീരത്തിൻ്റെ ഘടനയും നീളവും അവരുടെ വണ്ണവും അവരുടെ തൂക്കവും അവരുടെ മറ്റു പല കാര്യങ്ങളും നോക്കിയാണ് പട്ടാളത്തിൽ തിരഞ്ഞെടുക്കുന്നത്. എന്ന് എന്നതുപോലെ തന്നെ ദൈവിക സൈന്യത്തിൽ ചേരുന്ന ഒരു അനുഭവം കൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോഴവിടെ നമുക്ക് സ്വയമായിട്ടൊരു പ്രശംസയില്ലാതെ ഞാൻ യോഗ്യനല്ല എന്നുള്ളതായ യോഗ്യതയുമായിട്ടാണ് നമ്മൾ ദൈവമുമ്പാകെ നിൽക്കേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോഴാ നിലയിൽ നമ്മൾ അശുദ്ധരായ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കേണ്ടതിനാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ തിരിച്ചറിയും. 2 തിമോത്തിയോസ് 2:4 നമ്മൾ വായിക്കുന്നു. 2 തിമോത്തിയോസ് 2:4 പട ചേർത്തവനെ അല്ലെങ്കിൽ പടയ്ക്ക് തെരഞ്ഞെടുത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നമ്മളെ ആ നിലയിൽ വിളിച്ച് തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നമ്മൾ ആ നിലയിൽ ഒരു സ്വയപ്രശംസ ഇല്ലാതെ അവസാനം വരെ വിശ്വസ്തരായി നിൽക്കണം. അവസാനം വരെ വിശ്വസ്തയോടെ നിൽക്കണം. തിരഞ്ഞെടുത്തു കഴിഞ്ഞും നമുക്ക് വേണമെങ്കിൽ അവിശ്വസ്തരായി തീരാൻ കഴിയും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുത്ത നമ്മൾ ഓരോരുത്തരും ആ എൻഡ് പോയിന്റ് വരെ നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വരവിൽ അല്ലെ വരവിനോടുള്ള ബന്ധത്തിൽ അന്ത്യകാല യുദ്ധങ്ങളിൽ ഈ ദൈവത്തിൻ്റെ സൈന്യത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 17:14 നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 17:14 അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. അപ്പോൾ കർത്താവിൻ്റെ സൈന്യത്തെക്കുറിച്ച് ഈ അന്ത്യകാലത്തെ കർത്താവിന് എതിർ ക്രിസ്തു അല്ലെങ്കിൽ കള്ളപ്രവാചകൻ, പഴയ പിശാച് ഉള്ള പൈശാചിക തൃത്വത്തോടുള്ള ആ യുദ്ധം അന്ത്യകാലത്ത് ഉണ്ടാകുമെന്നൊക്കെ വെളിപ്പാട് പറയുമ്പോൾ അന്ന് കർത്താവിൻ്റെ കൂടെയുള്ള ഒരു സൈന്യമാണ് വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായ ആയവരെ അവിടെ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിന് പകരമായിട്ടൂടാണ്. കർത്താവ് ഇന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്ത് ജീവിക്കുന്നു എന്ന് നമുക്ക് അറിയാം. എബ്രായ ലേഖനം 7:25 നമ്മളത് വായിക്കുന്നു. സദാ ജീവിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് സദാ ജീവിക്കുന്നു. ഒരു മഹാപുരോഹിത ശുശ്രൂഷ കർത്താവ് നമുക്ക് വേണ്ടി സദാ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ ആ മഹാപുരോഹിതനോട് ചേർന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യുക എന്നുള്ള കാര്യം കൂടെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ കോട്ടയം ചർച്ചിൽ നിന്ന് വേർപെട്ടു പോയ സിസ്റ്ററിനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, ആ സിസ്റ്റർ അനേകർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് വളരെ തൻ്റെ ഏൽപ്പിക്കപ്പെട്ട ഒരു വലിയ ദൗത്യം പോലെ താൻ അത് ചെയ്തിരുന്നു എന്ന് നമുക്ക് സിസ്റ്ററിൻ്റെ ജീവിതത്തെ നോക്കുമ്പം കാണാനായിട്ട് കഴിയും. ആ നിലയിൽ നമ്മൾ ഓരോരുത്തരും ആ ഒരു പുരോഹിത ശുശ്രൂഷ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി ഭാരം പ്രാർത്ഥിക്കുന്നവരും അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നവരും ആകാനായിട്ടൂടെയാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നത്. 1 പത്രോസ് 2:9 നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ആ നിലയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണണം. അപ്പോഴാ നിലയിൽ നമ്മൾ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരും ആ ദൈവത്തിൻ്റെ പ്രമാണം അല്ലെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിവർത്തിക്കുന്നവരും ആകണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ നിലയിലുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കൊരു നല്ല തിരിച്ചറിവ് ആവശ്യമാണ്.
അതുപോലെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും നമ്മൾ ഓർത്തു നോക്കിയാൽ നമ്മളെ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കാലങ്ങൾ മുന്നോട്ട് വന്നപ്പോഴൊക്കെ നമ്മൾ ഏതൊക്കെ സമയത്ത് നമുക്ക് നിലംപരിചാകാവുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മൾ നിന്നതല്ല, അവൻ നമ്മളെ നിർത്തിയതാണ് എന്നുള്ളതായ യാഥാർത്ഥ്യത്തെയാണ്. നമ്മൾ ഒരു പാട്ടിലൊക്കെ പാടും, നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാൽ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ആ ദൈവീകം കർത്താവിൽ പ്രശംസിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ അതൊരു കേവലം ഒരു ഭംഗിവാഴ്ക്കായിട്ടല്ല. നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ നിലംപരിചായി പോകാവുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മൾ കടന്നുപോയി. എന്നാൽ അവിടെയൊക്കെ ദൈവം വീഴാതെ നിർത്തിയത് ആ ദൈവത്തിൻ്റെ വലിയ കൃപയാണ് എന്നുള്ള കാര്യത്തെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വളരെ അപകടകരമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. 1 കൊരിന്ത്യർ 10:12. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ ആ നിലയിൽ നമ്മൾ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. നാളെയും അവൻ നിർത്താൻ വിശ്വസ്തനാണ്. നമ്മളെ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ വീഴാതെ വണ്ണം അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ തിരിച്ചറിവോടെ സ്വയപ്രശംസ ഇല്ലാതെ ദൈവം മുമ്പാകെ ജീവിക്കണം എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ ദൈവം നമ്മളെ വിടുവിച്ച വഴികൾ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാവണം. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയതാണ്. പല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ലോകത്തിൻ്റെ കാലഗതികൾ, ഇതിനെയൊക്കെ അനുസരിച്ച് ജീവിച്ച നമ്മളെ എത്ര ദൈവം വ്യത്യാസപ്പെടുത്തി. ഈ നിർജീവമായ പ്രവൃത്തികളിൽ നിന്നും അതുപോലെ പാപ സ്വഭാവങ്ങളിൽ നിന്നുമൊക്കെ എത്രത്തോളം ദൈവം നമ്മളെ വിടുവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല തിരിച്ചറിവ് വേണം. എത്രയും വരെ നമ്മളെ വിടുവിച്ചു, ഇനിയും വിടുവിക്കാൻ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല തിരിച്ചറിവ് വരണം. അങ്ങനെ നമ്മളെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. അതിൽ നിന്ന് നമ്മൾ ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകരുത് എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അടിമനുഭവത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാതെ, അതിൽ നിന്ന് പുറകോട്ട് പോകാതെ, നമ്മുടെ കാലുകൾ പുറകോട്ട് പോകാതെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, നമുക്ക് പാപത്തിൻ്റെ മേൽ നമുക്ക് തരുന്ന ജയം, അതുപോലെ നമുക്ക് പല ലോകത്തിൻ്റെ സ്നേഹങ്ങളെ, ലോകത്തിലെ ബന്ധങ്ങളെ, താല്പര്യങ്ങളെ, ലോകത്തോടുള്ളതായ നമ്മുടെ എത്ര കുഴഞ്ഞ അവസ്ഥകൾ, അതിൽ നിന്നൊക്കെ എത്രത്തോളം ദൈവം നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തി എന്നുള്ള തിരിച്ചറിവോടെ കൂടുതൽ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ മുമ്പോട്ട് വരണം. കൂടുതൽ പാപത്തിൻ്റെ മേലുള്ള ജയമുള്ളവരായിട്ട് മുന്നോട്ട് വരണം. അത് നമ്മളെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. അപ്പോൾ നമുക്ക് പിന്നെയും കർത്താവ് നിൽക്കാൻ, ദൈവമുമ്പാകെ കളങ്കമില്ലാത്തവരായിട്ട് നിൽക്കാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കും. അതുപോലെ നമ്മൾ നേടിയത് നമ്മൾ പലപ്പോഴും നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്തും ജോലി ചെയ്തും ഓവർ ടൈം ചെയ്തും അതുപോലെ പല നിലകളിൽ നമ്മൾ പലതും നേടിയവരാണ്. എന്നാൽ ഇതിനൊക്കെ കാരണഭൂതൻ ദൈവമാണ്. ആ നിലയിൽ ഞാൻ നേടിയതെന്നുള്ള ഭാവം, ആ പ്രശംസ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവം തന്നതാണെന്നുള്ളതായ ഞാൻ കഠിനാധ്വാനം ചെയ്തെങ്കിലും, നമ്മുടെ പരിശ്രമമൊക്കെ ഉണ്ടെങ്കിലും അതിന് നമ്മളെ പ്രാപ്തനാക്കിയ ദൈവത്തിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്യാനും എന്തെല്ലാം ചെയ്യാനും നമുക്ക് മനസ്സുണ്ടെങ്കിലും അതിനുള്ളൊരു സാഹചര്യം ദൈവം ഒരുക്കി തന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ലായിരുന്നു. ആ നിലയിൽ നമ്മൾ നേടിയതല്ല, ദൈവമെല്ലാം തന്നതാണ് എന്നുള്ളതായ മനോഭാവം ദൈവമുമ്പാകെ നമുക്ക് വേണം. ആ നിലയിൽ അത് നമ്മുടെ താഴ്മയുടെയും ദൈവഭയത്തിൻ്റെയും ഒരു അടയാളമാണ്. ആ നിലയിൽ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളത് കീപ്പ് ചെയ്യണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു,
താഴ്മയ്ക്കും ദൈവഭയത്തിനുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകും എന്ന് നമ്മളവിടെ കാണുന്നു. ഈ ധനവും മാനവും ലോകത്തിൽ അനേകർക്ക് ലഭിക്കുന്നുണ്ട്. താഴ്മയില്ലാത്തവർക്കും ദൈവഭയം ഇല്ലാത്തവർക്കും ലഭിക്കുന്നുണ്ട്. എന്നാൽ ദൈവീയ ജീവൻ അല്ലെങ്കിൽ ദൈവീയ സ്വഭാവം തോടുകൂടെ ഈ കാര്യങ്ങൾ ഉണ്ടാകാൻ നമുക്ക് താഴ്മയും ദൈവഭയവും ഉണ്ടായാൽ മാത്രമേ കഴിയൂ. ആ നിലയിൽ ആ ദൈവിക ജീവൻ ഇല്ലാതെ നമുക്ക് ലഭിക്കുന്ന ധനവും മാനവും എല്ലാം വെറും വ്യർത്ഥമാണ്. അതൊന്നും നമ്മളെ യഥാർത്ഥ സമാധാനത്തിലേക്കും ദൈവികമായ അനുഗ്രഹത്തിലേക്കും ആശ്വാസത്തിലേക്കും നടത്തുന്നതല്ല. ആ നിലയിൽ ദൈവത്തിന് മുമ്പാകെ ആ പ്രശംസകളില്ലാതെ താഴ്മയും ദൈവഭയവുമുള്ളവരായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പല എതിർപ്പുകളും നമ്മളെ ഇഷ്ടപ്പെടാത്ത അനേകരും ഉള്ള ഒരു ലോകത്തിലും സമൂഹത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുത്, അത് നിങ്ങൾക്ക് മുമ്പായിട്ട് എന്നെ പകച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ആ നിലയിൽ നമുക്ക് വളരെ പ്രതികൂലങ്ങളും നമുക്ക് പ്രതികൂലമായിട്ടുള്ള വ്യക്തികളും നമുക്ക് അതുപോലുള്ളതായ എതിർ മനോഭാവങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടായി വരും. അപ്പോൾ ആ സ്ഥാനത്തും നമുക്ക് അവരോട് യുദ്ധം അവരോടില്ല. നമ്മൾ ദൈവം മുമ്പാകെ കൈകൾ ഉയർത്തി കീഴടങ്ങിയവരാണ് എന്നുള്ള നിലയിൽ നമ്മളായിരിക്കണം. കാര്യം യുദ്ധം നമുക്കില്ലെങ്കിലും യുദ്ധം കർത്താവിനുണ്ട് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയും. അതുപോലെ പ്രതികാരം നമുക്ക് ഉണ്ടാകരുത്, പക്ഷേ ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ പ്രതികാരം വളരെ കുറഞ്ഞ അളവിലാണ്, പക്ഷേ ദൈവം ഒരളവിൽ ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ്. അതിന് ഒരു പ്രത്യേക ഒരു കണക്കുണ്ട് ദൈവത്തിൻ്റെ. നമ്മളുടെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ആ കണക്കിലല്ല, പ്രതികാരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രതികാരത്തെക്കാൾ ദൈവത്തിൻ്റെ ദയയാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് യുദ്ധം നമുക്കുള്ളതല്ല, അല്ലെ എനിക്കുള്ളതല്ല, പ്രതികാരം എനിക്കുള്ളതല്ല. ആ നിലയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിലുള്ള എതിർ അനുഭവങ്ങളെയും എതിർ വ്യക്തികളെയൊക്കെ നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവത്തിൻ്റെ കോപത്തിന് ഇട കൊടുപ്പീൻ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ ആ അളവിലാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചെയ്താൽ അതൊരിക്കലും ദൈവത്തിൻ്റെ അനുഭവത്തിലായിരിക്കുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യമാണ്. നമുക്കറിയാം, ഇവിടെ ഒരു ഇന്ത്യയിലൊരു പെൺകുട്ടി ഓസ്ട്രേലിയയോടുള്ള ക്രിക്കറ്റിൽ ജയിച്ചതിനൊരു ഒരു പഴയ നിയമത്തിലെ ഒരു വചനമാണ് അവളെ ജയത്തിലേക്ക് നടത്തിയെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തി. പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീരെന്ന് പറഞ്ഞു. ആ ഒരു വചനമാണ് അവളെ ധൈര്യപ്പെടുത്തിയതെന്ന് പറയുന്നു. അപ്പോൾ ആ നിലയിൽ നമ്മൾ തന്നെ യുദ്ധം ചെയ്യാതെ, നമ്മൾ തന്നെ പ്രതികാരം ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യുന്ന ദൈവം നമുക്കുണ്ട്. ആ ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ നമുക്കുള്ള എതിർപ്പുകളോടും നമ്മുടെ പ്രതികാര ചിന്തകളോടും ആ നിലയിലുള്ള ഒരു മനോഭാവം നമ്മളെപ്പോഴും പുലർത്തണം. നമുക്ക് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ അതുപോലെ നമുക്കുള്ള ജ്ഞാനം, ആ ജ്ഞാനം തന്നെ പലപ്പോഴും അത് ഭൗമികമാകാം. ഭൗമികമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വയജ്ഞാനമാണെങ്കിൽ അത് പ്രാകൃതവും പൈശാചികവുമാണ്. എന്നാൽ ഉയരത്തിൽ നിന്നും വരുന്ന ജ്ഞാനമാണെങ്കിൽ ഒന്നാമത് സമാധാനവും അത് സാവധാനതയും ശാന്തതയും ഉള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ജ്ഞാനം കർത്താവ് തന്നെയായിരിക്കും. നമ്മൾ 1 കൊരിന്ത്യർ 1:30 നമ്മൾ വായിക്കുന്നു, നമുക്ക് നമ്മുടെ ജ്ഞാനം, നമ്മുടെ നീതി, നമ്മുടെ വിശുദ്ധി, നമ്മുടെ ഇത്തരം അനുഭവങ്ങളെല്ലാം കർത്താവ് തന്നെ ആയിരിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അവിടെ നമ്മൾ വായിക്കുന്ന 1 കൊരിന്ത്യർ 1:30, നിങ്ങളോ അവനാൽ ക്രിസ്തേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ 31-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ ആകേണ്ടതിന് തന്നെ. അപ്പോൾ ആ നിലയിൽ ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്തതാണ്. നമ്മൾ
നമ്മുടെ ജ്ഞാനമല്ല, നമ്മുടെ നീതിയല്ല, നമ്മുടെ വിശുദ്ധിയല്ല, ഇതെല്ലാം കർത്താവ് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതിലൊന്നും നമ്മൾ പ്രശംസിക്കാനില്ല, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടതിന് തന്നെ. ആ നിലയിൽ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമുക്ക് വേണ്ട ഒരു തിരിച്ചറിവാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ഒരു തിരിച്ചറിവും നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണെന്നുള്ളതായ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ ആ തിരിച്ചറിവ് തരുന്ന അനേക കാര്യങ്ങൾ ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു തരുന്ന അനേക കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമാണ്. റോമാലേഖനം 8:16 നമ്മൾ വായിക്കുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. അത് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉറപ്പാണ്. നമ്മൾ ദൈവമക്കളാണെന്ന് നമ്മളെ ഓർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി, ആ ആത്മാവിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ 17 വായിക്കുന്നു, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ ആ നിലയിൽ നമ്മൾ മക്കളാണ്, അവകാശികളാണ്, കർത്താവിൻ്റെ കൂട്ടവകാശികളാണ്. മാത്രമല്ല കർത്താവിൻ്റെ തേജസ്സിന് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ നമ്മൾ പോകേണ്ട ഒരു വഴി, അവനോടുകൂടി നമ്മൾ അവൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായി നമ്മൾ തീരണം. അതാണ് നമ്മുടെ വഴി എന്നുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഇഷ്ടത്തെ ത്യജിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ നമുക്ക് ദിനം പ്രതി നമ്മൾ അതിൻ്റെ പങ്കാളികളാകണം. അതാണ് നമ്മളെ തേജസ്സിലേക്ക് നയിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കൾ എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇരുട്ടിൻ്റെ മക്കളും കുറിച്ച് നമ്മൾ ദൈവവചനം പറയുന്നുണ്ട്. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ നമ്മൾ ദൈവിക വെളിച്ചം എന്ന് പറയുമ്പോൾ ദൈവിക സത്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കണം. ആ വെളിച്ചത്തിലുള്ളവരാകാനുള്ള യോഗ്യത ഏതാണ്? നമ്മുടെ സത്യസന്ധതയാണ്, നമ്മുടെ പരമാർത്ഥതയാണ് നമ്മളെ ആ വെളിച്ചത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിക്ക് ആ പദവിയിൽ നമ്മളെ നിലനിർത്തും. അതുപോലെ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് നമ്മൾ കൂട്ടാളികളാകരുത്. നമ്മളവയെ വെളിച്ചത്ത് കൊണ്ടുവന്നവരായിരിക്കണം. ഇരുട്ടിൻ്റെ പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വെളിച്ചത്തിലേക്ക് വരുന്നത് അതിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോഴാണ്. അത് ഇരുട്ടാണ്, ഇതാണ് സത്യ വെളിച്ചമെന്നുള്ളതായ കാര്യത്തെ നമ്മൾ വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മൾക്ക് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കാനായിട്ട് നമ്മൾ കഴിയുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നടന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പ്രിയ മക്കളാകാൻ കഴിയൂ. മക്കളായിട്ട് തുടരുകയല്ല, നമ്മൾ പ്രിയ മക്കളായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരും ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ ഇടപെടുന്നവരും പെരുമാറുന്നവരും ആ സ്നേഹത്തെ എപ്പോഴും വെളിപ്പെടുത്തുന്നവരും ആകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാകുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്, ആ സ്നേഹത്തിൽ നടന്നാൽ. അപ്പോൾ അതുപോലെ യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുന്നു, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ല, ആയതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. ലോകത്തിൽ നിന്ന് നമുക്ക് അംഗീകാരമൊന്നും നമുക്ക് തന്നില്ലെങ്കിലും, ലോകം നമ്മളെ ഒരിക്കലും അറിഞ്ഞില്ലെങ്കിലും നാം അങ്ങനെ തന്നെ ആകുന്നു എന്നുള്ള ഒരു വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ, വലിയ പദവിയിലാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ദൈവത്തിന് നമ്മളെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? നമ്മൾ ആ യോഹന്നാൻ്റെ സുവിശേഷം 15:16 വായിച്ച് നമ്മൾ പോയി ഫലം കായ്ക്കേണ്ടതിനാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്? നമ്മൾ എന്തിലേക്കാണ് തിരഞ്ഞെടുത്തത്? എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഉറപ്പ്
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. യോഹന്നാൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ മുന്തിരിവള്ളിയെക്കുറിച്ചും കൊമ്പുകളെക്കുറിച്ചാണ് വായിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് തുടങ്ങി നമ്മളതിൻ്റെ കൊമ്പുകളാണ്. നമ്മൾ ഫലം കായ്ക്കേണ്ടത് നമ്മളെ ചെത്തുന്നു, വെടിപ്പാക്കുന്നു. അധികം ഫലം കായ്ക്കേണ്ടതിന് ആ നിലയിലൊക്കെ നമ്മളെ ദൈവം സ്നേഹത്തിൽ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലുടനീളം എന്നുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ആ നിലയിൽ നമ്മൾ കർത്താവിൽ ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ കർത്താവിൽ വസിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ ആദ്യം നമ്മളാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളാണ് ഒരു ഇനീഷ്യേറ്റീവ് തുടർന്നെടുക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കർത്താവ് നമ്മളെ പുറകെ ഇങ്ങനെ നമ്മളെ ആ ഒരു തിരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കാൻ വേണ്ടി നടന്നെങ്കിൽ, തിരഞ്ഞെടുത്ത ശേഷം കർത്താവ് തിരിച്ചു നടക്കുകയാണ്. നമ്മളാണ് കർത്താവിനെ പിൻഗമിക്കേണ്ടത്, പുറകെ പോകേണ്ടത്. പിന്നീട് നമ്മുടെ പുറകെ കർത്താവ് വരികയല്ല, നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. കർത്താവ് നമ്മളിൽ വസിക്കുകയല്ല, നമ്മൾ കർത്താവിൽ വസിക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വസിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ വസിക്കുമെന്നാണ് ഈ 15-ന്റെ 4 വായിച്ചത്. അതുപോലെ യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത്, നിങ്ങൾ എന്നോട് അടുത്ത് വരുകയും ഞാൻ നിങ്ങളോടും അടുത്ത് വരാം. അവിടെയും കർത്താവ് അടുത്ത് വരാം, എന്നാ ഞാനിവിടെ അടുത്ത് വരാമെന്നുള്ള ഒരു കണ്ടീഷനല്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്വം നമ്മൾ കർത്താവിനോട് അടുത്ത് വരിക, അതിനനുസരിച്ച് കർത്താവ് നമ്മളോട് അടുത്ത് വരുമെന്നുള്ളതാണ് അവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ നിലയിൽ നമ്മൾ കർത്താവിനോട് അടുക്കുന്നതിനെക്കുറിച്ചും കർത്താവിൽ വസിക്കുന്നതിനെക്കുറിച്ചും നമുക്കൊരു തിരിച്ചറിവ് ആവശ്യമാണ്. അതുപോലെ നമ്മളെ ഒരു ശരീരത്തിൻ്റെ അവയവമായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ ശരീരമാണ്, ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ. ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഓരോ അവയവത്തിനും ഒരു പരിധികളുണ്ട്. കൈക്ക് കൈയുടേതായ പരിധിയുണ്ട്, ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ പരിധികളുണ്ട്. ചെവിക്ക് കേൾവിയുടെ പരിധികളുണ്ട്, കണ്ണിന് കാഴ്ചയുടെ പരിധികളുണ്ട്. ആ നിലയിൽ നമ്മുടെ പരിധികളെ നമ്മളൊരു അവയവം എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചറിയാൻ, നമ്മൾ കർത്താവിൻ്റെ ശരീരം എന്നുള്ള നിലയിൽ അപ്പോൾ നമ്മുടെ അതിലൊരു അവയവം എന്നുള്ള നിലയിൽ നമ്മുടെ പരിധികളെ നമ്മൾ തിരിച്ചറിയുന്നവരായിരിക്കണം. ആ തിരിച്ചറിവിലൂടെ നമുക്ക് യഥാർത്ഥമായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഫലം നമുക്ക് കായ്ക്കാൻ കഴിയും. അപ്പോൾ തന്നെ നമ്മൾ പോയി ഫലം കായ്ക്കണമെന്നാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. ഇരിക്കുന്നിടത്ത് ഇരുന്നങ്ങ് ഫലം കായ്ക്കാനല്ല, പോയി ഫലം കായ്ക്കാനാണ്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മൾ പോയി ഫലം കായ്ക്കണം. ഇവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും ഒരു പോയി സാക്ഷികളാകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ഫലം കായ്ക്കുന്നതിനെക്കുറിച്ചും പോയി ഫലം കായ്ക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫലം കായ്ക്കാൻ ആത്മനിറവാണ് നമ്മളെ പോയി ഫലം കായ്ക്കാൻ പ്രാപ്തരാകും. പോയി ഫലം കായ്ക്കുക എന്ന് പറയുമ്പം ആത്മാ നിറവിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഉപദേശങ്ങൾ നമുക്ക് ക്രിസ്തീയതയിൽ ഉണ്ട്. എന്താണ് ആത്മനിറവ്? ചിലർ പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ് ആത്മനിറവിൻ്റെ അടയാളം എന്ന് പറയുന്നു. ചിലർ പറയുന്നു അതല്ല, ശക്തി ലഭിക്കുന്നതാണ്. ചിലർ പറയുന്നു ഇതൊന്നുമല്ല, പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പല വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ട്. എന്നാൽ ആത്മനിറവിൻ്റെ യഥാർത്ഥമായ പ്രായോഗികമായ അർത്ഥം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം വാദകോലാഹലങ്ങളിൽ ഒക്കെ പെടുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന യാഥാർത്ഥ്യബോധമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവങ്ങളെ നമ്മുടെ വീട്ടിലും നമ്മുടെ പ്രവർത്തന മേഖലയിലും നമുക്ക് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മളെ നയിച്ചില്ലെങ്കിൽ ഇത്തരം ഇതിനെ സംബന്ധിച്ചുള്ളതായ വാദകോലാഹലങ്ങളെല്ലാം വ്യർത്ഥം മാത്രമല്ല, നമ്മളെ ഒരിക്കലും ആത്മീയമായ ഫലത്തിലേക്ക് നമ്മളെ നയിക്കുന്നതുമല്ല. ആ ഫലം കായ്ച്ചാൽ തന്നെ അത് നിലനിൽക്കത്തുമില്ല. ഇവിടെ നമ്മൾ പറയുന്ന ഈ യോഹന്നാൻ്റെ 15-16 വായിക്കുന്ന നിങ്ങൾ ഫലം കായ്ക്കണം, ഫലം നിലനിൽക്കണം. അപ്പോൾ ആ നിലയിൽ ഫലം നിലനിൽക്കണമെങ്കിലും നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള
ഒരു ഓ, ആശയ സംഘടനത്തിലൂടെ ലഭിക്കുന്നതായ ഒരു കാര്യമല്ല. അപ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നമ്മൾ ഇത് സംബന്ധിച്ച് ആശയ സംഘടന ഉണ്ടായാൽ ഉണ്ടാകുന്ന കാര്യം പകയും പിണക്കവും കോപവും ഭിന്നതയും ദ്വന്ദ്വപക്ഷവും മുതലായ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. എന്നാൽ ആ, അത് അത് എത്ര പരിതാപകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പം ഓർക്കുമ്പം നമ്മൾ സംസാരിക്കുന്നത് ആത്മീയമായ പല കാര്യങ്ങളാണെങ്കിലും അത് ശരിയായ ഒരു ഡയറക്ഷനിലല്ല പോകുന്നതെങ്കിൽ അത് നമ്മളെ പകയിലും പിണക്കത്തിലേക്കും കോപത്തിലേക്കും ഭിന്നതയിലേക്കും ഒക്കെ കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ഫലം നിലനിൽക്കണമെങ്കിൽ യഥാർത്ഥമായിട്ട് ആത്മാവ് നമ്മൾ നിറഞ്ഞവരാകണം എന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവ് നിറഞ്ഞവരാകുകയും എന്നുള്ളത് ഒരു ആത്മാവ് നിറഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളതല്ല, അതൊരു ദൈവകൽപ്പനയാണ്. ആത്മാവ് നിറഞ്ഞവരാകുകയും അപ്പം ആത്മാവ് നിറഞ്ഞവരായാൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളം നമ്മളെ എല്ലാറ്റിലും എല്ലായ്പ്പോഴും നമ്മളെ സ്തോത്രം ചെയ്യാൻ പ്രാപ്തരാകും. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ നല്ലതാണേലും തിന്നതാണേലും അതിന് സ്തോത്രം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് ആത്മനിറവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടയാളം. അതുപോലെ ക്രിസ്തു ഭയത്തിൽ നമുക്ക് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കാനായിട്ട് കഴിയുന്ന ഒരു ശക്തിയാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആത്മനിറവിൽ ഈ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന തുടർന്നുള്ള കാര്യം നമ്മൾ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവാൻ ഭാര്യമാരെ പ്രാപ്തരാക്കും. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഭർത്താക്കന്മാരെ പ്രാപ്തരാക്കും. അതുപോലെ അമ്മയപ്പന്മാരെ അനുസരിപ്പാൻ മക്കളെ കോപിപ്പിക്കാതെ പത്യോപദേശത്തിൽ വളർത്താൻ പിതാക്കന്മാരെയൊക്കെ പ്രാപ്തരാക്കുന്ന ഒരു അനുഭവമാണ് പ്രായോഗിക ജീവിതത്തിൽ ഈ ആത്മനിറവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം. അതുപോലെ മേലുദ്യോഗസ്ഥരെ ദൃഷ്ടിസേവകളാൽ അല്ലാതെ അനുസരിക്കാനും അവർ കാണുമ്പോൾ ഉള്ള അനുസരണമല്ല, ഹൃദയപൂർവ്വം അനുസരിക്കാനും അവർക്ക് കീഴ്പ്പെട്ടിരിക്കാനും കഴിയുന്നത്. അതുപോലെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് ഭീഷണി വാക്കും മുഖപക്ഷവും ഇല്ലാതെ പെരുമാറാൻ പ്രാപ്തരാക്കുന്നത് ഇതൊക്കെ ആത്മനിറവിൻ്റെ ജീവിതമാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ ആത്മനിറവിൻ്റെ ഒരു ജീവിതമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ കേവലം ഏതെങ്കിലും ഒരു ശക്തി പ്രകടനങ്ങൾ മാത്രമാണ് ആത്മനിറവിൻ്റെ അടയാളമായിട്ട് കാണുന്നെങ്കിൽ യഥാർത്ഥമായ ഈ ഫലങ്ങളൊക്കെ കാണണം എന്നുള്ളതാണ് എഫേസ്യർ 5-ാം അധ്യായം ഉടനീളം വായിക്കുന്നത്. നമ്മൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിൽ കാക്കപ്പെടാനായിട്ട് ആത്മനിറവിൻ്റെ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. അത് ആണ് അതിൻ്റെ അടയാളം. അതല്ലെങ്കിൽ ഇത് നമുക്കൊരിക്കലും ഒരു ഫലകരമായ ഒരു കാര്യമല്ല എന്നുള്ളതായ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ഇവിടെ നമ്മൾ പറയുന്നത് 15-ാം അധ്യായത്തിൽ ഈ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന വേറൊരു കാര്യമാണ്. തുടർന്ന് അതിൻ്റെ 2-ാമത്തെ ഭാഗമാണ് എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ ഈ പിതാവിനെയും പുത്രനെയും നമ്മൾ അറിയണം. അത് മൊത്തത്തിൽ അങ്ങ് അറിയല്ല, ദൈവത്തെ മൊത്തം ത്രിയേക ദൈവം എന്നുള്ള നിലയിൽ അറിയല്ല. പിതാവിനെയും പുത്രനെയും നമ്മൾ വ്യത്യസ്തമായിട്ട് അറിയണം. അവിടെ നമ്മൾ ഈ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹമാണ് നമ്മളെ പുത്രൻ്റെ അടുക്കിലേക്ക് നയിച്ചത് എന്നുള്ളതായ ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 6:44, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് നമ്മളവിടെ കാണുന്നു. അപ്പോൾ പിതാവിൻ്റെ സ്നേഹമാണ് നമ്മളെ ഈ പുത്രൻ്റെ അടുക്കലേക്ക്, യേശുവിൻ്റെ അടുക്കലേക്ക് നമ്മളെ കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മൾ യേശുവിനെ അറിയാനിടയായത്. എന്നാൽ അപ്പോഴും നമുക്ക് പിതാവിനെ അറിയില്ലായിരുന്നു. അപ്പോൾ യേശുവാണ് നമുക്ക് പിതാവിനെ പരിചയപ്പെടുത്തിയത്. നമ്മൾ യോഹന്നാൻ 1:18 അത് നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 1:18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ആ നിലയിൽ നമ്മൾ പിതാവിനെയും പുത്രനെയും തിരിച്ചറിയണം എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ
തൻ്റെ ഒന്നാം ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 1:3. 1 യോഹന്നാൻ 1:3. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ആ പിതാവിനെ നമ്മൾ അറിയണം. ആ നിലയിൽ പിതാവിൻ്റെ സ്വഭാവം കർത്താവ് പല കാര്യത്തിൽ അതിനോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ കഴിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നന്മ എത്രയധികം തരും എന്നുള്ളതായ കാര്യങ്ങളൊക്കെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിതാവിൻ്റെ സ്നേഹത്തെയും അതുപോലെ പിതാവിൻ്റെ ഖണ്ഡിതത്തെയും അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ തിരിച്ചറിയണം. പിതാവ് വളരെ സ്ട്രിക്റ്റാണ്, അതുപോലെ പിതാവ് വളരെ ദയാലുവാണ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക എന്നാണ് നമ്മളവിടെ കാണുന്നത്. റോമാലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ പിതാവിനെ നമ്മൾ തിരിച്ചറിയണം. ഒരു നല്ല പിതാവ് എപ്പോഴും വളരെ ദയാലുവായിരിക്കും, അതുപോലെ വളരെ സ്ട്രിക്റ്റും ആയിരിക്കും എന്ന് നമ്മൾ കാണും. അതുപോലെ എന്നാൽ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രിക്റ്റിൻ്റെയും ദയയുടെയും ഒരു പ്രൊപ്പോർഷൻ ദൈവവചനം പറയുന്നുണ്ട്. യെശയ്യാവ് 61 നമ്മളവിടെ കാണുന്നു. യെശയ്യാവ് 61:2 യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും എന്നാണ് പറയുന്നത്. 365:1 ദൈവത്തിൻ്റെ ദയയും പ്രതികാരവും തമ്മിലുള്ളതായ ആ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നു. അപ്പോൾ ആ നിലയിലാണ് പിതാവിൻ്റെ ദയയും ഖണ്ഡിതവും ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ആ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനാകുന്ന പോലെ നമ്മളും സൽഗുണപൂർണ്ണരാകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് നമുക്ക് പിതാവിനെയുള്ള ബന്ധത്തിൽ നമുക്ക് ആവശ്യമാണ്. ആ നിലയിൽ പുത്രനെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആ ഒരു തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകാതിരിക്കാൻ, നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നുള്ള നിലയിൽ നമുക്കതിൽ വർദ്ധിച്ചു വരുവാൻ ഈ തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ നിലയിൽ ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിൽ അത് ഉറപ്പാക്കി പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും ഫലവത്തായിട്ട് തീരും. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആശ്രയത്തിൻ്റെയും അടയാളമാണ്. ആ നിലയിൽ നമ്മൾ പ്രാർത്ഥനയെ നമ്മൾ കാണണം. പ്രാർത്ഥന യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നമുക്ക് ലഭിക്കുകയില്ല എന്നവിടെ പറയുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്നെങ്കിലും തങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിതായിട്ട് വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്നൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. ആ നിലയിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മനോഭാവത്തെ നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥനയുടെ മനോഭാവത്തിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് എന്നുള്ളതായ കാര്യം നമുക്ക് ശലോമോൻ്റെ ജീവിതം നമ്മളെ വ്യക്തമാക്കുന്നു. ശലോമോൻ ചോദിച്ചത് ദൈവത്തിന് വളരെ പ്രസാദമായി എന്ന് നമ്മൾ 1 രാജാക്കന്മാർ 3:10 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷവും ഉണ്ടാകുകയില്ല എന്ന് ദൈവം ശലോമോനോട് അരുളി ചെയ്തു. അത് മാത്രമല്ല, അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നതിന് പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകുകയില്ല എന്നും ദൈവം അരുളി ചെയ്തു. ആ നിലയിൽ ഈ ശലോമോൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന് വളരെ ഇഷ്ടം തോന്നിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇയ്യോബിൻ്റെ പ്രാർത്ഥന, ഇയ്യോബ് അവിടെ നമ്മൾ വായിക്കുന്നത്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ
ഇയ്യോബിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. തനിക്ക് പോയതൊക്കെ ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇയ്യോബിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത ചോദിച്ചാൽ, ഇയ്യോബിനെ വ്യസനിപ്പിക്കുന്ന അനേക സ്നേഹിതന്മാർ ഇയ്യോബിനുണ്ടായിരുന്നു. തേമാന്യനായ എലിഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ, ഇവരൊക്കെ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരായിരുന്നു. ഇവർ തൻ്റെ കഷ്ടാനുഭവങ്ങളിൽ വളരെ നമ്മൾ പറയലേ, നമ്മുടെ മുറിവിൽ ഈ എന്താ മുളക് തേക്കുക എന്ന് പറയുന്ന പോലെ ഉള്ളതായ അനുഭവമാണ് ഈ തൻ്റെ വ്യസനിപ്പിക്കുന്ന സ്നേഹിതന്മാരിലൂടെ തനിക്കുണ്ടായത്. ഇയ്യോബിൻ്റെ സഹിഷ്ണുത വലുതായിരുന്നെങ്കിലും ഇയ്യോബിന് ഇവരുടെ വരുത്തിയ മുറിവുകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇത് അറിയാവുന്ന കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം കൂടി ചെയ്യണം. കാര്യം ദൈവം അനുവദിച്ചിട്ടാണ് ഈ തോമാന്യനായ ഏലിഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫറും ഒക്കെ അവരുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ ഇയ്യോബിനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ഒന്നാമതേ താൻ മുറിവേറ്റവനായിട്ട് കിടക്കുകയാണ്. അവിടെ വലിയ നമ്മൾ പറയും മുളക് തേക്കുന്ന ഒരു അനുഭവമാണ് ഇവരുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടായത്. അപ്പോൾ ഇത് ദൈവം അനുവദിച്ച ഒരു കാര്യമാണെങ്കിലും ദൈവത്തിന് ഇവർക്കൊരു രക്ഷയൊരുക്കാനുള്ള ദൈവത്തിൻ്റെ ദയയുടെ ഭാഗമായിട്ട് ദൈവം തൻ്റെ ജ്ഞാനത്തിൽ ഇയ്യോബിനോട് പറഞ്ഞു, നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കാണാനായിട്ട് കഴിയും. അതിൻ്റെ 42-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഇയ്യോബ് 42:10, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പ് ഉണ്ടായിരുന്ന ഒക്കെയും യഹോവ അവന് മടക്കി കൊടുത്തു. അപ്പോൾ ആ നിലയിൽ നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഫലകരമായി തീരാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ പരിധിക്കുള്ളിൽ നിൽക്കണം. ദൈവം നമ്മുടെ പരിധികളെ മാറ്റും. അത് നമ്മളായിട്ട് മാറ്റാൻ ശ്രമിക്കരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവവചനം ഓർപ്പിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം വാക്യം. ആ എബേസിനെ കുറിച്ച് 2 വാക്യങ്ങൾ മാത്രമേ ബൈബിളിലുള്ളൂ. അതിൻ്റെ തുടർന്നുള്ളതോ പുറയിലുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ എബേസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതായ ഒരു കാര്യമാണ് അവിടെ ഓർപ്പിക്കുന്നത്. എബേസ് വളരെ ഇടുങ്ങിയ അവസ്ഥയിൽ പോകുന്ന ഒരാളായിരുന്നു. എന്നാൽ എബേസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് എബേസിൻ്റെ അതിരുകളെ ദൈവം വിസ്താരപ്പെടുത്തി എന്ന് നമ്മൾ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നു. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ എബേസ് എന്ന് പേരിട്ടു എന്ന് നമ്മൾ കാണും. അതിൻ്റെ 10-ാം വാക്യം, എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതൊക്കെയും ദൈവം അവന് നൽകി എന്ന് നമ്മൾ കാണും. ആ നിലയിൽ നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഫലകരമായി തീരാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ വിളിയെക്കുറിച്ചും നമ്മുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും നമ്മളിൽ നിലനിൽക്കുന്ന ഫലം ഉണ്ടാകേണ്ടതിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ഫലം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും നമ്മുടെ ജോലി സ്ഥലത്തും ഒക്കെ വെളിപ്പെടേണ്ട കാര്യം, അതിലൂടെ നമ്മൾ ദൈവിക സ്വഭാവത്തെ, ദൈവിക ജീവനെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന അനുഭവം, പിതാവിനെയും പുത്രനെയും അറിയുന്ന അനുഭവം, ആ നിലയിൽ നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെയുള്ള ഒരു തിരിച്ചറിവോടെ പ്രാർത്ഥിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതല്ല, നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല. 16-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സഹായിച്ചല്ലോ. എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കും. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ചതിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തതാകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ,
തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന് വേണ്ടി ഫലം തരുവാനും ആ ഫലം അന്ത്യത്തോളം നിലനിൽക്കുവാനുമാണല്ലോ കർത്താവെ. ആ നിലയിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അതിനെക്കുറിച്ചുള്ള നല്ല തിരിച്ചറിവോടെ കർത്താവിൽ നിലനിൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിൽക്കുവാൻ, വീഴാതെ വണ്ണം അവിടുത്തെ സന്നിധി നിൽക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ സ്തുതിക്കുന്നു. ഞങ്ങളെ ആത്മീയമായിട്ട് കർത്താവ് അഭിവൃദ്ധിയിലേക്ക് നയിക്കണമേ, ഓരോരുത്തരെയും നയിക്കണമേ. കർത്താവെ സ്തോത്രം. മഹത്വത്തിനായിട്ടെല്ലാം ചെയ്യണം. യേശുവിൻ നാമത്തിൽ പിതാവേ,